ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരു രീതിയെപ്പറ്റി തന്നെയാണ്. ഇത്തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യാറുള്ളത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ അയാൾ ആരാണ്, അവളോട് ഇങ്ങനെ പറയാൻ മാത്രം നീ ആരാണ്, നിന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനും മാത്രം അയാൾ ആരാണ്, നിന്റെ ആരാണെന്ന് ചോദിക്കുകയാണല്ലേ, നിന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനും മാത്രം അയാൾ ആരാണ്, അവളെ ഇങ്ങനെ കരയിപ്പിക്കാൻ അവൻ ആരാണ്, അവളെ ഇങ്ങനെ കരയിപ്പിക്കാൻ അവൻ ആരാണ്, നിന്നെ ഇങ്ങനെ അടിക്കാൻ അയാൾ ആരാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഇത്തരത്തിൽ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്നാൽ ഇത് ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നോട് ഇങ്ങനെ ചോദിക്കാൻ അയാൾ ആരാണ്, അവളെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ അവൻ ആരാണ്, അല്ലെങ്കിൽ അവളെ ഇങ്ങനെ കരയിപ്പിക്കാൻ അവൻ ആരാണ്, ഞങ്ങളോട് തർക്കിക്കാൻ നിങ്ങൾ ആരാണ്. യെസ്, ഈ ഒരു ട്രാക്കിൽ ഈ രീതിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ മലയാളത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലും ഇതൊക്കെ തന്നെ നമുക്ക് പറയേണ്ടി വരാറുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് ഇംഗ്ലീഷ് പറയുന്നത്? ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ആരാണ്, ആര് എന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എല്ലാവർക്കും അറിയാം. ഹു എന്നുള്ളതാണ്. ആര്, ആരാണ് എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് ഹു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഹു വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ഒരു പാറ്റേൺ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ്, ഒരു പ്രയാസവും ഇല്ലാതെ സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു വലിയ പാറ്റേൺ ഒന്നുമില്ല. ഒന്ന് രണ്ട് സെൻറ്റൻസുകളുടെ രീതി നിങ്ങൾ മനസ്സിലാക്കിയാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളതൊക്കെ പറയാൻ പറ്റുന്നതാണ്. കുറച്ച് വാക്കുകൾ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യത്തെ എക്സാമ്പിൾ തന്നെ നോക്കാം. ഇതിനായിട്ട് ഇപ്പോൾ ഒരാൾ പറയാണ്, എന്നോട് ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾ ആരാണ്, എന്നോട് ചോദിക്കാൻ നിങ്ങൾ ആരാണ്. അത്രയ്ക്ക് മാന്യത കാണിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്നോട് ചോദിക്കാൻ നീ ആരാണ്, എന്നോട് ചോദിക്കാൻ നീ ആരാടാ, അല്ലെങ്കിൽ നീ ആരാണ് എന്ന് പറയാറുണ്ട്. യെസ്, അപ്പോൾ ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഹു ആർ യു ടു ആസ്ക് മീ, ഹു ആർ യു ടു ആസ്ക് മീ, ഹു ആർ യു, നീ ആരാണ്, ടു ആസ്ക് മീ, എന്നോട് ചോദിക്കാൻ, എന്നോട് ചോദിക്കാനും മാത്രം നീ ആരാണ്, ഹു ആർ യു ടു ആസ്ക് മീ, എന്നോട് ചോദിക്കാൻ നീ ആരാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അത് സെൻറ്റൻസുകളുടെ വാക്കുകൾക്കനുസരിച്ച് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഹു ആർ യു ടു ആസ്ക് മീ എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കാൻ നീ ആരാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും, നമുക്ക് എക്സാമ്പിളുകൾ മാത്രം പറഞ്ഞു പോകാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇവിടെ പഠിക്കാനൊന്നുമില്ല. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതുപോലെ തന്നെ പറയാണ്, അവനോട് ചോദിക്കാൻ അവൾ ആരാണ്, അവനോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ അവൾ ആരാണ്, അവൾക്ക് എന്ത് അവകാശമാണ് അതിനുള്ളത്, അവനോട് ചോദിക്കാൻ അവൾ ആരാണ്. അപ്പോൾ ഇതേപോലെ പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയാ, ഹു ഇസ് ഷീ ടു ആസ്ക് ഹിം ലൈക്ക് ദിസ്. ലൈക്ക് ദിസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്നാണ്, ഇത്തരത്തിൽ, ഇതുപോലെ എന്നൊക്കെയാണ് ലൈക്ക് ദിസിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഹു ഇസ് ഷീ ടു ആസ്ക് ഹിം ലൈക്ക് ദിസ്, അവനോട് ഇങ്ങനെ ചോദിക്കാൻ, അല്ലെങ്കിൽ അവനോട് ഇങ്ങനെ പറയാൻ അവൾ ആരാണ്, ആരാപ്പം ഇതിന് മാത്രം ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടില്ലേ, ഹു ഇസ് ഷീ ടു ആസ്ക് ഹിം ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണ വരുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, രസകരമായ ഒരു വാചകമാണ്. ഇപ്പോൾ നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ തർക്കിക്കുകയാണ്, വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അയാളോട് തർക്കിക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വന്നു. അപ്പോൾ നമ്മൾ പറയുന്ന രീതിയാണ്, എന്നോട് തർക്കിക്കാൻ നീ ആരാണ്, എന്നോട് തർക്കിക്കാൻ നീ ആരാണ്, ഗെറ്റ് ലോസ്റ്റ് അല്ലേ, എന്നോട് തർക്കിക്കാൻ നീ ആരാണ്. ഇത് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഹു ആർ യു ടു ആർഗ്യൂ വിത്ത് മീ, ഹു ആർ യു ടു ആർഗ്യൂ വിത്ത് മീ. ആർഗ്യൂ എന്ന് പറഞ്ഞാൽ തർക്കിക്കുക എന്നാണ്, വിത്ത് മീ എന്ന് പറഞ്ഞാൽ എന്നോട്, എൻ്റെ കൂടെ, അല്ലെങ്കിൽ എന്നോട് തർക്കിക്കാൻ നീ ആരാണ്. ഹു ആർ യു ടു ആർഗ്യൂ വിത്ത് മീ, ഹു ആർ യു ടു ആർഗ്യൂ വിത്ത് മീ, ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്, എന്തോ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ ഒരു ഫ്രണ്ട് പങ്കെടുക്കുക, അപ്പോൾ നമ്മളും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ചെന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് പറയുന്ന കാര്യങ്ങൾ എന്നെ കൂടാതെ, അല്ലെങ്കിൽ നമ്മളെ കൂടാതെ മറ്റു ചില ആളുകൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവൻ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങിയ സമയത്ത് ഫ്രണ്ടിനോട് നമ്മൾ ചോദിച്ചു, നിന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനും മാത്രം അവരാരാണ്, എനിക്കറിയില്ല
അറിയില്ലല്ലോ, നീയും അവരും തമ്മിൽ എന്താ കണക്ഷൻ, എന്താ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ്. നിന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനും മാത്രം അവരാരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതേ ട്രാക്കിൽ തന്നെയാണ് ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഹു ആർ ദേ ടു സപ്പോർട്ട് യു ലൈക്ക് ദിസ്? ഹു ആർ ദേ ടു സപ്പോർട്ട് യു ലൈക്ക് ദിസ്? നിന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ അവർ ആരാണ്? ഹു ആർ ദേ ടു സപ്പോർട്ട് യു ലൈക്ക് ദിസ്? നിന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഹു ആർ ദേ, അവർ ആരാണ്? അതിന് മാത്രം അവരാരാണ്, അല്ലെങ്കിൽ നീയും അവരും തമ്മിൽ എന്താണ്, അല്ലെങ്കിൽ നീയും അവരും തമ്മിൽ എന്താണ് കണക്ഷൻ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഹു ആർ ദേ ടു സപ്പോർട്ട് യു ലൈക്ക് ദിസ്? ഇങ്ങനെയാണത് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, ഒരാൾ ഒരു പെൺകുട്ടിയെ വല്ലാതെ ഇങ്ങനെ ശല്യം ചെയ്യാണ്. അപ്പോൾ ശല്യം ചെയ്യുന്ന സമയത്ത് ഒരാൾ ആ പെൺകുട്ടിയോട് വന്ന് ചോദിക്കുകയാണ്, നിന്നെ ഇങ്ങനെ ശല്യം ചെയ്യാനും മാത്രം അവൻ ആരാണ്, അല്ലേ? നിന്നെ ഇങ്ങനെ ശല്യം ചെയ്യാൻ അവൻ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണിത് പറയുന്നത്? നിന്നെ ഇങ്ങനെ ശല്യം ചെയ്യാൻ അവൻ ആരാണ്? ഹൂ ഈസ് ഹി? ഹൂ ഈസ് ഹി ടു ഡിസ്റ്റർബ് യു ലൈക്ക് ദിസ്? ഹൂ ഈസ് ഹി ടു ഡിസ്റ്റർബ് യു ലൈക്ക് ദിസ്? ഹൂ ഈസ് ഹി? അവൻ ആരാണ്? ടു ഡിസ്റ്റർബ് യു ലൈക്ക് ദിസ്? നിന്നെ ശല്യം ചെയ്യാൻ, ലൈക്ക് ദിസ്, ഇതുപോലെ, നിന്നെ ഇതുപോലെ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ശല്യം ചെയ്യാൻ അവൻ ആരാണ്? ഹു ഈസ് ഹി ടു ഡിസ്റ്റർബ് യു ലൈക്ക് ദിസ്? ഇങ്ങനെയാണിത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പാറ്റേൺ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. നമ്മൾ ഒരുപാട് എക്സാമ്പിളുകളായി പറയുന്നു. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ ഒരു സ്ത്രീയെ ഇങ്ങനെ മർദ്ദിക്കുന്നത് നമ്മൾ കാണുകയാണ്, ഇങ്ങനെ അടിക്കുന്നത് കാണുകയാണ്. അപ്പോൾ അടിക്കുന്ന സമയത്ത് നമുക്കത് കണ്ടിട്ട് ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, അവളെ ഇങ്ങനെ അടിക്കാൻ നിങ്ങൾ ആരാണ്? അവളെ ഇങ്ങനെ തല്ലാനും മാത്രം നിങ്ങൾ ആരാണ്? ഹു ആർ യു ടു സ്ലാപ്പ് ഹെർ ലൈക്ക് ദിസ്? ഹു ആർ യു ടു സ്ലാപ്പ് ഹെർ ലൈക്ക് ദിസ്? സ്ലാപ്പ് എന്ന് പറഞ്ഞാൽ കർണക്കുറ്റിക്ക് അടിക്കുന്നതിനാണ് എന്ത് പറയുക, സ്ലാപ്പ് എന്ന് പറയാം. ഹു ആർ യു ടു സ്ലാപ്പ് ഹെർ ലൈക്ക് ദിസ്? അവളെ ഇങ്ങനെ അടിക്കാൻ നിങ്ങൾ ആരാണ്? ഹു ആർ യു ടു സ്ലാപ്പ് ഹെർ ലൈക്ക് ദിസ്? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ എക്സാമ്പിളുകളും തന്നെ ഏകദേശം ഒരേ രീതിയിലാണ്, ഒരേ ഫോർമാറ്റിലാണ്, നമുക്ക് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. മറ്റു പല രീതികളും നമുക്ക് ഈ കാര്യം തന്നെ പറയാൻ പറ്റുന്നതാണ്, പക്ഷെ ഒന്നുകൂടി കംഫർട്ടബിൾ ആയ രീതി, ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഇതുപോലുള്ള രീതികൾ നിങ്ങൾ മനസ്സിലാലോചിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ഇതുപോലത്തെ രസകരമായ സെന്റൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ആ സെന്റൻസുകളൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലുള്ള സെന്റൻസുകളും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും